പോളണ്ടിൽ 2 മാസം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെരിങ്ങോട്ടുകര സ്വദേശിയായ ആഷിഖ് രഘുവിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. സാധാരണ മരണം എന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കയറ്റി അയച്ച മൃതദേഹം നാട്ടിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ തലക്കേറ്റ ക്ഷതം കണ്ടെത്തി. സുഹൃത്തുക്കൾക്കൊപ്പം നടക്കവേ ഈസ്റ്റർ ആഘോഷത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ആഷിഖിന്റെ മരണത്തിൽ കലാശിച്ചത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പരിങ്ങോട്ടുകര സ്വദേശികളായ അമ്പാട്ട് വീട്ടിൽ അഭിലാഷ്, ബിന്ദു ദമ്പതിമാരുടെ 2 മക്കളിൽ ഒരാളാണ് മരിച്ച ആഷിഖ് രഘു. ആഷിഖിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ഇതാവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസിയിൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെ വീട്ടുകാർക്ക് മറുപടി ലഭിച്ചിട്ടില്ല. 1 വർഷം മുൻപാണ് ആഷിഖ് ജോലി തേടി പോളണ്ടിലെത്തിയത്. മരിക്കുന്നതിന് ഏതാനും മാസം മുൻപ് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലി തുടങ്ങിയിരുന്നു. മലയാളികളായ 2 സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആഷിഖ് താമസിച്ചിരുന്നത്. ഏപ്രിൽ 1-ന് ആഷിഖ് മരിച്ചതായി വീട്ടിൽ സന്ദേശമെത്തി. താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് സുഹൃത്തുക്കൾ ആദ്യം പറഞ്ഞത്. ഇതുപ്രകാരം സ്വാഭാവിക മരണമെന്ന് പോളണ്ടിലെ പ്രോസിക്യൂട്ടർ വിധി എഴുതി. പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം കയറ്റി അയക്കാൻ അനുമതി നൽകി. ഇതിനിടയിൽ ആഷിഖിന്റെ സുഹൃത്തുക്കളുടെ സംസാരത്തിൽ തോന്നിയ സംശയം അച്ഛൻ മൃതദേഹം നാട്ടിലെത്തുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി പോലീസിൽ അപേക്ഷ നൽകി. 12-ന് നാട്ടിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി. ശരീരത്തിൽ 5 ഇടത്തായി പരിക്കുകളും കണ്ടെത്തി. ആഷിഖിന്റെ മരണം നടന്ന ദിവസം 7 സുഹൃത്തുക്കൾ ചേർന്ന് പാർട്ടിയിൽ പങ്കെടുത്തതായും അവസാനം ഇവർ തമ്മിൽ തർക്കം നടന്നതായും സുഹൃത്തുക്കൾ മാറ്റിപ്പറഞ്ഞെന്ന് കുടുംബം ആരോപിക്കുന്നു. റീപോസ്റ്റ്മോർട്ടം സാധ്യത കണക്കിലെടുത്ത് ആഷിഖിന്റെ മൃതദേഹം ലാലൂരിൽ മറവു ചെയ്യുകയാണുണ്ടായത്.